ഞങ്ങളിന്ന് ചേർത്തലയിൽ ഒരു റിസോർട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, അമ്മുമ്മ, അച്ഛൻ, അമ്മാവൻ. പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. അപ്പം പോവാം. ബ്ലോക്കൊന്നും ഇല്ലല്ലോ വഴിയിൽ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കറക്റ്റ് ചേർത്തല എത്തണേയും തൊട്ട് മുമ്പ് ബ്ലോക്കിൽ പെട്ടത്. ഒരു 15 മിനിറ്റ്സോളം പണി നടക്കുന്ന കാരണമുള്ളൊരു ചെറിയ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞ് നമ്മളിത് ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. വേ സൈഡിൽ നിന്ന് പറഞ്ഞ് ചേർത്തലയിലുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് സെയിൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഓപ്പോസിറ്റിലാണ്. ഇതിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആൻഡ് അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു EV ചാർജിങ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അതാണ് കാണുന്നത്. അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടാലോ. ഞങ്ങൾ ഈ ടേബിളാണ് സെലക്ട് ചെയ്തത് ഇരിക്കാൻ വേണ്ടി. ബിക്കോസ് എനിക്ക് ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. ആ ലാംപ്സും ആ ഗ്ലാസും ആ പ്ലാന്റ്സ് പുറത്ത് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് അറിയായിരിക്കും എന്ന്. ബിക്കോസ് ഇത് 40 ഇയേഴ്സോളമായിട്ട് ചേർത്തല സൈഡിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ആൻഡ് ഇവർക്ക് പല വെറൈറ്റി ഫുഡും ഉണ്ട്. സീ ഫുഡ് ആയിക്കോട്ടെ, നോൺ വെജിൽ ചിക്കൻ, ഡക്കൊക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റീസ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലാരും ഡക്ക് കഴിക്കാത്തതുകൊണ്ട് വി ആർ ഗോയിങ് ടു ട്രൈ സീ ഫുഡ്. അങ്ങനെ ഫുഡിന് ഓർഡർ പ്ലേസ് ചെയ്ത് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഗ്യാപ്പിൽ അവർ നമുക്ക് നല്ല ലെമൺ ജ്യൂസ് സെർവ് ചെയ്തു കേട്ടോ. വിച്ച് ഇസ് വെരി തോട്ട്ഫുൾ ഓഫ് ദം. ബിക്കോസ് പുറത്ത് നല്ല ചൂടായിരുന്നു. ആ ചൂടത്തിൽ നിന്ന് കയറിയപ്പോൾ ലെമൺ ജ്യൂസ് ശരിക്കും റിഫ്രഷ് ചെയ്തു എന്ന് പറയാം എല്ലാവരെയും. അങ്ങനെ ലെമൺ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. സോ വീവ് ഓർഡേർഡ് ബൺ പൊറോട്ട, നൂൽ പൊറോട്ട, കരിമീൻ ഫിഷ് മോളി ആൻഡ് ചിക്കൻ വറുത്തരച്ചത്. ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഫുഡ് വന്നു കഴിഞ്ഞുള്ള ആചാരമാണ് കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കുക എന്നുള്ളത്. അപ്പം അത് ഞാൻ ചെയ്യണ ഗ്യാപ്പിൽ എൻ്റെ വീട്ടുകാർ വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടെ ഇരിക്കുന്ന സീൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൊറോട്ട കഴിച്ചിട്ടില്ല. ഓക്കെ, അമ്മമ്മ ഇസ് ഗോയിങ് ടു ഹാവ് നൂൽ പൊറോട്ട ഫോർ ദ ഫസ്റ്റ് ടൈം. അമ്മമ്മ നൂൽ പൊറോട്ടയും ബൺ പൊറോട്ടയും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ കേട്ടോ. ഇത് കരിമീൻ ഫിഷ് മോളി. കരിമീൻ നെയ്മീനാണ്. കരിമീൻ ഫിഷ് മോളി 2 പ്ലേറ്റ്, ബൺ പൊറോട്ട, നൂൽ പൊറോട്ട കഴിക്കാം. ഈ ടേബിളിൽ വന്ന എല്ലാ ഡിഷസിലും എനിക്ക് ഏറ്റവും ആദ്യം എടുത്ത് നോക്കണം എന്നുണ്ടായിരുന്നത് നൂൽ പൊറോട്ടയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ലുക്കിംഗ് റിയലി ഗുഡ്. നല്ലോണം ലേയേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഞാൻ നേരെ നൂൽ പൊറോട്ടയും ബൺ പൊറോട്ടയും നമ്മുടെ ഫിഷ് മോളിയും ചിക്കൻ വറുത്തരച്ചതും ഒക്കെ എടുത്തു കഴിച്ചു നോക്കി. ആൻഡ് പറയാണ്ട് പോയാൽ ഫിഷ് മോളി ആൻഡ് നൂൽ പൊറോട്ട കോംബോ ഇസ് റിയലി റിയലി ഗുഡ്. നൂൽ പൊറോട്ട നല്ല സോഫ്റ്റും ക്രിസ്പി ആയിരുന്നു. ആൻഡ് ഫിഷ് മോളി ആണെങ്കിൽ ഭയങ്കര ക്രീമി ആയിരുന്നു. അപ്പം ആ ഒരു കോംബോ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ചിക്കൻ വറുത്തരച്ചത് വേറെ ലെവലായിരുന്നു
കേട്ടോ. ആ തേങ്ങാക്കുത്തും ആ സ്പൈസും എല്ലാ എലമെന്റ്സും കൂടെ ആയിട്ട് ബൺ പൊറോട്ടയുടെ കൂടെ ഇറ്റ് വാസ് റിയലി നൈസ്. എനിക്കാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് കൂടാതെ അവർക്ക് ഡക്കിലും ഒരുപാട് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ കേറ്ററിംഗ് സർവീസും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആലപ്പുഴ ചേർത്തലേക്ക് പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ മറക്കണ്ട. സോ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും അയക്കാനും മറക്കണ്ട. ലൊക്കേഷൻ വരുന്നത് സെന്റ് മൈക്കിൾസ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ തന്നെ EV ചാർജിംഗ് സ്റ്റേഷനും സൈഡിൽ പെട്രോൾ പമ്പും ഉള്ളതുകൊണ്ട് ലൊക്കേഷൻ എന്തായാലും മിസ്സാവില്ല. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് റിവ്യൂസ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ചേർത്തല വരെ വന്നല്ലേ, എന്നാ പിന്നെ ആർത്തുങ്കൽ പള്ളിയിലേക്ക് പോകാന്നൊരു പ്ലാൻ ഇട്ടു. ആർത്തുങ്കൽ പള്ളിയിൽ കയറി ഫസ്റ്റ് എൻ്റെ പ്രാർത്ഥന അവസ്ഥയുമേ വെയിലൊന്ന് കുറയ്ക്കണേ എന്നായിരുന്നു. ബിക്കോസ് എനിക്ക് ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. ഇനി ഇങ്ങനെ ബീച്ചിലേക്കായിട്ടുള്ള പോക്കൊക്കെ കുറവായതുകൊണ്ട് എന്തായാലും ആർത്തുങ്കലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബീച്ചുള്ള കാര്യം എനിക്കറിയാം. അപ്പം പ്രാർത്ഥന പോലെ തന്നെ കറക്റ്റ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പം മഴക്കാറ് വന്ന് മഴയും സ്റ്റാർട്ട് ചെയ്തു. അപ്പം മഴയത്ത് കുടയൊക്കെ പിടിച്ച് ബീച്ചിൽ പോകുന്ന ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇത്ര നേരം ഒരു തുള്ളി മഴ ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിച്ച് മഴ വരുത്തുക എന്നൊക്കെ പറഞ്ഞതാ. We had a really good time here at the beach. കറക്റ്റ് വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ ഞങ്ങൾ. വേൾഡ് കപ്പ് നടക്കുന്ന ടൈമായുണ്ട്. വഴിയിൽ ഫുൾ ഫ്ലെക്സും പോസ്റ്റേഴ്സും ഹോർഡിങ്സും ഫ്ലാഗ്സ് ഒക്കെ ആയിരുന്നു എല്ലാ ടീംസിൻ്റെയും. ഞാൻ പിന്നെ വലിയൊരു ഫുട്ബോൾ ക്രിക്കറ്റ് ഫാൻ ഒന്നും അല്ലാത്തതുകൊണ്ട് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ്. പക്ഷേ നിങ്ങളൊരു ഫാൻ ആണെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ്സ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ടീം എന്ന്. സോറി, ഞാൻ ചെറുതായിട്ട് ടോപ്പിക്കിന് വഴി മാറിപ്പോയി. ഓക്കെ, നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഓർത്ത് ചെല്ലാനത്തൊരു സീ വാള് അവരിപ്പം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. അവിടെ നിന്നൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വാക്ക് വേയിലേക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കൊണ്ടെത്തിച്ചു. പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. ഞാൻ ഉദ്ദേശിച്ച സ്ഥലം കുറച്ച് റോക്സ് ഒക്കെ പെയിൻറ്റ് ചെയ്ത് അവിടെ ഐ ലവ് ചെല്ലാനും ബോർഡൊക്കെ വെച്ചിട്ട് ആ സ്ഥലമായിരുന്നു. അപ്പം ഈ ലൊക്കേഷനല്ല, അവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു. കുറച്ച് മീൻസ് ഒരു 5 കിലോമീറ്റർ പോകണം. ഈ കണ്ട വാക്ക് വേ ഒരു 8 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള വാക്ക് വേ എന്തോ ആണ്. ആൻഡ് ഈവനിങ്സ് ഭയങ്കര തിരക്കാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോട്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മളിതേ ഇപ്പോൾ കറക്റ്റ് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ന് ഫുട്ബോൾ മാച്ചിൻ്റെ ആരാധകരെല്ലാം കൂടെ ഒരു റാലി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒച്ചപ്പാടും ബഹളമാണത്. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നു. എന്നിട്ട് നമ്മളുടെ ലൊക്കേഷനിലേക്ക് ഞങ്ങളിത് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ആ ഒരു സ്പോട്ടിൽ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. നിങ്ങളൊരു 5:30 കഴിഞ്ഞാണ് വരണത്, ഒരു സൺസെറ്റ് ടൈമിലൊക്കെയാണ് വരണമെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ നിന്ന സമയത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് വാസ് എ ഡേ ഇൻ മൈ ലൈഫ്. ഒരു കോണ്ടൻറ്റ് എടുക്കാൻ നമ്മൾ പോയി, അത് കഴിഞ്ഞ് ഇതേ കുറച്ച് സ്പോട്ട്സൊക്കെ കവർ ചെയ്തിട്ട് ഇനി നേരെ വീട്ടിലേക്കാണ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗുകളിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.